നമസ്കാരം. പ്രധാന വാർത്തകൾ. സെൻസസ് എടുക്കാനെന്ന വ്യാജേന വീട്ടിലെത്തിയ 81-കാരിയുടെ തല ചുമരിലിടിച്ച് മാല കവർന്നു. ചൂണ്ടലിൽ വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞാണ് സംഭവം. ചൂണ്ടൽ സ്വദേശിനി ചാണാശ്ശേരി വീട്ടിൽ തങ്കമണിയുടെ മാലയാണ് കവർന്നത്. ജീവിതത്തിന്റെ ലഹരിയിലേക്ക് യുവതലമുറയെ ആകർഷിക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ്. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് കുന്നംകുളം പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ മന്ത്രി വിതരണം ചെയ്തു. ചൂണ്ടലിൽ പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമണം നടത്തിയ ട്യൂഷൻ അധ്യാപകൻ അറസ്റ്റിൽ. ചൂണ്ടൽ സ്വദേശിയായ 52 വയസ്സുള്ള നൌഷാദിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാലിശ്ശേരി കല്ലുംപുറം പാതയിൽ തെങ്ങ് കടപുഴകി വൈദ്യുത ലൈനിൽ വീണു. വൻ ദുരന്തം ഒഴിവായി. സംഗീത നഗറിന് സമീപം വെള്ളിയാഴ്ച രാവിലെ 9 മണിക്കായിരുന്നു സംഭവം. ചാവക്കാട് നഗരമധ്യത്തിൽ ബീച്ച് റോഡിലേക്ക് പോകുന്ന വഴിയിൽ അപകട ഭീഷണി ഉയർത്തി കൂറ്റൻ ചീനിമരം. ടൗൺ ജുമാ മസ്ജിദിന് സമീപം നിൽക്കുന്ന മരത്തിന്റെ ചില്ലകളാണ് പ്രദേശവാസികൾക്കും യാത്രികർക്കും ഒരുപോലെ ഭീതിയാകുന്നത്. വാർത്തകൾ വിശദമായി. സെൻസസ് എടുക്കാനെന്ന വ്യാജേന വീട്ടിലെത്തി 81-കാരിയുടെ തലച്ചുമരിലിടിച്ച് മാല കവർന്നു. ചൂണ്ടലിൽ വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞാണ് സംഭവം. സെൻസസ് എടുക്കാനെന്ന പേരിൽ വീട്ടിൽ പർദ്ദ ധരിച്ചെത്തിയ യുവതിയാണ് ചൂണ്ടൽ സ്വദേശിനി ചാണാശ്ശേരി വീട്ടിൽ തങ്കമണിയുടെ മാല കവർന്നത്. വീട്ടിലെത്തിയ ശേഷം വെള്ളം ആവശ്യപ്പെടുകയും വെള്ളമെടുക്കാനായി വീടിന്റെ അകത്തേക്ക് പോയ തങ്കമണിയുടെ പുറകിലൂടെ ചെന്ന് തല പിടിച്ച് ചുമരിൽ ഇടിച്ചതിനു ശേഷം 3 പവനോളം തൂക്കം വരുന്ന മാല പൊട്ടിക്കുകയുമായിരുന്നു. പിടിവലിയിൽ മാലയുടെ പകുതി മാത്രമാണ് മോഷ്ടാവിന്റെ കയ്യിൽ കുടുങ്ങിയത്. ആക്രമണത്തിൽ തലയ്ക്ക് പരിക്കേറ്റ തങ്കമണിയെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ കുന്നംകുളം പോലീസ് അന്വേഷണം നടത്തിയതിന്റെ ഭാഗമായി അയൽവാസിയായ യുവതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ജീവിതത്തിന്റെ ലഹരിയിലേക്ക് യുവതലമുറയെ ആകർഷിക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ്. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് കുന്നംകുളം പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികൾക്ക് കളിക്കാൻ ഗ്രൗണ്ടുകൾ ഇല്ലാതായെന്നും മൊബൈൽ ഫോണുമായി വീടിനുള്ളിൽ കുട്ടികൾ ഒതുങ്ങിപ്പോവുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. നാടിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിൽ കുട്ടികൾ വ്യാപൃതരാകുമ്പോൾ ലഹരിയിൽ നിന്ന് പിന്മാറും. ലഹരിമുക്ത സമൂഹത്തിനായി എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ടിറങ്ങണം. ലഹരി പിടിമുറുക്കുമ്പോൾ നശിക്കുന്നത് ഒരു വ്യക്തി മാത്രമല്ല, സമൂഹത്തിനാകെയും അത് ബാധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഫെസ്റ്റിവൽസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് പിന്നെ ഈ പറയപ്പെടുന്ന ലഹരി പദാർത്ഥങ്ങൾ ശരീരത്തിനകത്തേക്ക് കടത്തി വെക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉന്മേഷമോ അല്ലെങ്കിൽ കിട്ടുന്നെന്ന് പറയപ്പെടുന്ന കിക്കോ അല്ല. അതിനപ്പുറത്തേക്ക് ജീവിതത്തിൽ ആളുകൾ ആഘോഷിക്കുന്നതും ലോകം മുഴുവൻ താല്പര്യത്തോടും ആരാധനയോടും കൂടി കണ്ടു നിൽക്കുന്നതുമായ മേഖലകൾ ഒരുപാടുണ്ട് എന്ന് പുതിയ തലമുറയ്ക്ക് തോന്നണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെറിയ വിമർശനങ്ങളൊക്കെ വന്നു സ്കൂളുകൾക്ക് മുടക്കം കൊടുത്തപ്പോൾ. അങ്ങനെ ഒരു മുടക്കം കൊടുക്കേണ്ട കാര്യമുണ്ടോ? കായിക മേഖലയൊക്കെ കേരളം ഒരുപാട് പുറകിലേക്ക് പോകുന്ന സമയത്ത് എന്തിനാണ് സ്കൂളിൽ മുടക്കം കൊടുക്കുന്നത്? പുറകിലേക്ക് പോയി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മികച്ച കളിക്കാർ ഏറ്റുമുട്ടുന്ന വേൾഡ് കപ്പ് ഫൈനലിൽ കാണാനുള്ള അവസരം കൊടുക്കും. നമുക്ക് ഈ ആൻറ്റി ഡ്രഗ്സ് ക്യാമ്പയിന് പകരം അവരെയൊക്കെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന മറ്റ് വിവിധ ക്യാമ്പയിനുകളിലേക്ക് കടക്കുകയായിരിക്കും ഒരു പക്ഷേ എഫക്റ്റീവായി മാറാൻ വേണ്ടി സാധിക്കുന്ന ഒന്നെന്ന് പറയുന്നത്. അത് സ്പോർട്സിൻ്റെ മേഖലയിലേക്ക് അവരെ വഴിതിരിച്ചു കൊണ്ടുവരാം, ആർട്സിൻ്റെ മേഖലയിലേക്ക് അവരെ കൊണ്ടുവരാം, മറ്റേതെങ്കിലും ജീവിതത്തിൻ്റെ മറ്റെല്ലാ ആഘോഷങ്ങളിലേക്കും അവരെ കൈപിടിച്ച് കൊണ്ടുവരുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മാറ്റാൻ വേണ്ടി കഴിഞ്ഞാൽ കുറെ കൂടിയൊക്കെ ഒരു വലിയ മാറ്റം ഉണ്ടാകും. കുന്നംകുളം വ്യാപാര ഭവനിൽ നടന്ന 21ാമത് മാധ്യമ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ പ്രസിഡന്റ് ജിജോ തരകൻ അധ്യക്ഷനായി. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രസ് ക്ലബ് സംസ്ഥാന എക്സൈസ് വകുപ്പുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനം തൃശൂർ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ സി.കെ. സജികുമാർ നിർവഹിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൌമ്യ അനിലൻ പ്രസ് ക്ലബ് അംഗങ്ങൾക്കുള്ള ID കാർഡ് വിതരണം ചെയ്തു. നഗരസഭാ സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ ടി സോമശേഖരൻ, മിഷ സെബാസ്റ്റ്യൻ, കൌൺസിലർമാരായ ഷാജി ആലിക്കൽ, ശ്രീജിത്ത് ആവൻ, CCTV മാനേജിംഗ് ഡയറക്ടർ കെ.സി. ജോൺസൺ, എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റ് A.M. റഷീദ്, കുന്നംകുളം പ്രസ് ക്ലബ് സെക്രട്ടറി അജ്മൽ ചമ്മന്നൂർ, ട്രഷറർ P.S. ടോണി എന്നിവർ സംസാരിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ കെ. ലത്തീഫ് വിദ്യാർത്ഥികൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, അധ്യാപകർ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ ബോധവൽക്കരണ ക്ലാസിൽ സംബന്ധിച്ചു. അച്ചടി മാധ്യമ വിഭാഗത്തിൽ തൃശൂർ മാതൃഭൂമി ലേഖിക അഷേക സുധരാജ്, ദൃശ്യമാധ്യമ വിഭാഗത്തിൽ കണ്ണൂർ ഇരിട്ടി ഹൈവിഷൻ ചാനൽ റിപ്പോർട്ടർ ഉന്മേഷ് പായം എന്നിവർ 11,001 രൂപയും ഫലകവും അടങ്ങുന്ന മാധ്യമ പുരസ്കാരം മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി.
തൃശൂർ ജില്ലയിലെ ഗോത്രവിഭാഗങ്ങൾക്കിടയിലെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് സവിസ്തരം വിവരിക്കുന്ന വിണ്ടുനീറുന്ന ജീവിതങ്ങൾ എന്ന തുടർ വാർത്താ പരമ്പരയാണ് അഷേകയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. അന്ധദമ്പതികളുടെ അതിജീവനത്തിന്റെ കഥ പറയുന്ന കാഴ്ചയില്ലെങ്കിലും കരുത്തുള്ള ജീവിതം എന്ന ന്യൂസ് സ്റ്റോറിക്കാണ് ഉന്മേഷിനുള്ള അംഗീകാരം. ദേശീയ സ്കൂൾ കായികമേളയിൽ 17 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ കളരിപ്പയറ്റിൽ കേരളത്തിനുവേണ്ടി സ്വർണം നേടിയ പ്രസ് ക്ലബ് കുടുംബാംഗം കൂടിയായ വേദനാഥ് കൂനത്തിനും ലഹരിവിരുദ്ധ ക്ലാസ് നയിച്ച എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ കെ ലത്തീഫിനും മന്ത്രി ഉപഹാരം സമ്മാനിച്ചു. പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് ഇലവന്ത്ര, ജോയിന്റ് സെക്രട്ടറി അഖിൽ രാമപുരം, നിർവാഹക സമിതി അംഗങ്ങളായ ജോസ് മാളിയേക്കൽ, സുധീഷ് മേക്കാട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചൂണ്ടലിൽ പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ ട്യൂഷൻ അധ്യാപകൻ അറസ്റ്റിൽ. ചൂണ്ടൽ സ്വദേശിയായ 52 വയസ്സുള്ള നൌഷാദിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. നൌഷാദിന്റെ വീട്ടിലെ ട്യൂഷൻ സെന്ററിൽ വെച്ചാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്കെതിരെ പ്രതി ലൈംഗികാതിക്രമണം നടത്തിയത്. കുട്ടികളുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ ബന്ധുക്കൾ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് അതിക്രമ വിവരം പുറത്തറിയുന്നത്. തുടർന്ന് ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. സ്റ്റേഷൻ ഹൌസ് ഓഫീസർ SR സനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. ഏറ്റവും മികച്ചതിൽ നിന്നാണ് മികച്ചതാകാനുള്ള പ്രചോദനം ലഭിക്കുന്നതെന്ന് യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ്. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ അറിയുകയും അതിനേക്കാൾ മുന്നിലെത്തുവാനുള്ള ശ്രമവുമായിരിക്കണം വിദ്യാഭ്യാസത്തിലൂടെ ആർജിക്കേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കാട്ടകാമ്പാൽ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ മികവ് 2026 ആദര സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാളുകളിൽ ഏതാണ് നിലനിൽക്കുക എന്ന് ചോദിച്ചാൽ മാർക്കാണ് നിലനിൽക്കുക, അതല്ല അവരുടെ പ്രതിബദ്ധമാണ് നിലനിൽക്കുക എന്ന് ചോദിച്ചാൽ ആ പ്രതിബദ്ധ സമൂഹത്തിനകത്തുണ്ടാക്കുന്ന ചലനങ്ങളാണ് നിലനിൽക്കുക. അപ്പം അവധി തന്നത് അത് ആഘോഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല, അത് പഠിക്കാൻ വേണ്ടി കൂടിയാണ്. കളിക്കളങ്ങളിൽ ആ കായിക താരങ്ങളൊക്കെ കടന്നു വന്നതിൻ്റെ പുറകിലെ ഒരു സ്ട്രഗിളുണ്ട്. ആ സ്ട്രഗിളിൻ്റെ ഭാഗമായി അവർക്ക് ലോകമറിയുന്ന താരങ്ങളായി മാറി. ഏറ്റവും മികച്ചതിൽ നിന്നാണ് മികച്ചവരാകാനുള്ള പ്രചോദനം ഉണ്ടാവുക. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച പന്തുകളിക്കാർ കളിക്കുന്ന ആ ഫൈനൽ കാണാനുള്ള അവസരം നിങ്ങൾക്ക് തന്നത് അവരെ പോലെ തന്നെ സമൂഹത്തിൽ നാളുകളിൽ മികച്ചവരായി മാറാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. പഞ്ചായത്ത് പരിധിയിലുള്ള SSLC, +2 പരീക്ഷകളിലും LSS, USS, NMMS പരീക്ഷകളിലും വിജയിച്ചവരെയും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർ, കലാകായിക മേഖലകളിൽ മികവ് പുലർത്തിയവർ തുടങ്ങി 760 പേരെയാണ് പഞ്ചായത്ത് ഉപഹാരം നൽകി ആദരിച്ചത്. ചിറക്കൽ അറഫ പാലസിൽ നടന്ന ആദര സദസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. ടെക്നോസ്റ്റിക് കോർപ്പറേഷൻ ചെയർമാൻ VA പ്രമോഷ്, സോളോ മോട്ടോഴ്സ് മാനേജിംഗ് ഡയറക്ടർ PC രഞ്ജിത്ത് എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ KM റസാഖ്, MP രാജൻ, ശൈലജ അരുൺദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വിജയ ഗോപി, സന്ധ്യ സജിത്ത്, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ MA അബ്ദുൾ റഷീദ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാട്ടകമ്പാൽ ചിറക്കൽ യൂണിറ്റ് പ്രസിഡന്റ് സോണി സക്കറിയ, പഞ്ചായത്ത് സെക്രട്ടറി ആൽഫ്രഡ് സോജൻ എന്നിവർ സംസാരിച്ചു. നേരത്തെ റോയൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വേണുഗോപാലിന്റെ മോട്ടിവേഷൻ ക്ലാസും ഉണ്ടായിരുന്നു. ചാലിശ്ശേരി കല്ലുംപുറം പാതയിൽ തെങ്ങ് കടപുഴകി വൈദ്യുത ലൈനിൽ വീണു. വൻ ദുരന്തം ഒഴിവായി. സംഗീത നഗറിന് സമീപം വെള്ളിയാഴ്ച രാവിലെ 9 മണിക്കായിരുന്നു സംഭവം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുണ്ടായിരുന്ന തെങ്ങാണ് കടപുഴകി സമീപത്തെ റോഡിലേക്ക് വീണത്. എന്നാൽ നേരിട്ട് റോഡിലേക്ക് പതിക്കാതെ വൈദ്യുത ലൈനുകളിൽ തങ്ങി നിന്നതിനാൽ വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാരും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ചാലിശ്ശേരി ഹൈസ്കൂൾ, സ്വകാര്യ ഡെന്റൽ കോളേജ് ഉൾപ്പെടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികളും നാട്ടുകാരും ദിനംപ്രതി സഞ്ചരിക്കുന്ന തിരക്കേറിയ പാതയാണിത്. സ്ഥലത്തെത്തിയ നാട്ടുകാർ KSEB പെരുമ്പിലാവ് സെക്ഷൻ ഓഫീസിൽ വിവരമറിയിച്ചു. തുടർന്ന് വൈദ്യുതി ബന്ധം താൽക്കാലികമായി വിച്ഛേദിച്ച് ജീവനക്കാർ തെങ്ങ് മുറിച്ചു മാറ്റി. ചാവക്കാട് നഗരമധ്യത്തിൽ ബീച്ച് റോഡിലേക്ക് പോകുന്ന വഴിയിൽ അപകട ഭീഷണി ഉയർത്തി കൂറ്റൻ ചീനിമരം. ടൗൺ ജുമാ മസ്ജിദിന് സമീപം നിൽക്കുന്ന മരത്തിന്റെ വൻ ചില്ലകളാണ് പ്രദേശവാസികൾക്കും യാത്രികർക്കും ഒരുപോലെ ഭീതിയാകുന്നത്. ദേശീയപാത 66ലേക്ക് പ്രവേശിക്കുന്ന പ്രധാന റോഡുകളിലൊന്നാണിത്. ചെറുതും വലുതുമായ 100 കണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി ഇതുവഴി കടന്നുപോകുന്നത്. കാലപ്പഴക്കം ചെന്ന മരത്തിന്റെ കൂറ്റൻ ശാഖകൾ ഏതു നിമിഷവും റോഡിലേക്ക് പൊട്ടി വീഴാവുന്ന അവസ്ഥയിലാണ്. ചില്ലകൾ വെട്ടിമാറ്റി അപകട സാധ്യത ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്തെ വ്യാപാരികളും കെട്ടിട ഉടമകളും ചാവക്കാട് നഗരസഭ ഉൾപ്പെടെയുള്ള അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതുവരെയും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. എൻ്റെ സ്ഥാപനത്തിൻ്റെ അടുത്താണ് ഈ മരമുള്ളത്. ഈ മരം കൊണ്ട് ഇവിടെ പൊതുജനങ്ങൾക്കും ഞങ്ങൾക്കും ഈ ബിൽഡിങ്ങിനും തന്നെ വളരെ വിനാശകരമായ ഒരു അവസ്ഥയാണ്. ഈ ബിൽഡിങ് ഇന്നലെ രാത്രി ഭയങ്കരമായ കാറ്റുണ്ടായി. ഈ
കാറ്റിന് ഈ മരം വീഴുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ തന്നെ ഈ ഇലക്ട്രിസിറ്റി ലൈനും വാഹനങ്ങളും നിറയെ യാത്രക്കാരും പോകുന്നുണ്ട്. 2 ദിവസം മുൻപ് ഈ മരത്തിൻ്റെ ഒരു കൊമ്പ് ഒടിഞ്ഞ് വീണ് ഒരു യാത്രക്കാരിയുടെ തലയിൽ വീണ് ഞങ്ങളെല്ലാം കൂടിയിട്ടാണ് അത് പിടിച്ചു മാറ്റിയത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് മുറിച്ചു മാറ്റാനുള്ളൊരു സമീപനം അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവണം. മഴയോ ശക്തമായോ കാറ്റോ ഉണ്ടായാൽ മരച്ചില്ലകൾ പൊട്ടി വീണ് വലിയൊരു ദുരന്തത്തിന് സാധ്യതയുണ്ട്. തിരക്കേറിയ റോഡായതിനാൽ യാത്രക്കാരുടെ ജീവനു തന്നെ ഇത് ഭീഷണിയാണ്. അപകടം സംഭവിക്കുന്നതിന് മുമ്പ് അധികൃതർ ഇടപെട്ട് ശാഖകൾ അടിയന്തരമായി മുറിച്ചുമാറ്റണമെന്നാണ് ആവശ്യം. ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയുള്ള നടപടികൾ വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാണ്. യാത്രക്കാരുടെയും പ്രദേശവാസികളുടെയും ആശങ്ക പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ എത്രയും വേഗം ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. മണലൂർ മണ്ഡലം ഗ്രാമീണ റോഡ് വികസന മാസ്റ്റർ പ്ലാൻ പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA പ്രകാശനം ചെയ്തു. മണലൂർ മണ്ഡലത്തിലെ മുല്ലശ്ശേരി, പാവറട്ടി, എളവള്ളി, വെങ്കിടങ്ങ്, മണലൂർ, വാടാനപ്പള്ളി, അരിമ്പൂർ, ചൂണ്ടൽ, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തുകളിലെയും ഗുരുവായൂർ നഗരസഭയിലെ തൈക്കാട് മേഖലയിലെയും മുഴുവൻ ഗ്രാമീണ റോഡുകളെയും ഉൾപ്പെടുത്തി ശാസ്ത്രീയമായി റോഡുകളുടെ വികസനം വിഭാവനം ചെയ്യുന്നതാണ് പദ്ധതി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടത്തിയ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമന്റ് ഫ്രാൻസിസ് അധ്യക്ഷനായി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് തൃശൂർ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PJ സ്മിത മാസ്റ്റർ പ്ലാൻ MLAക്ക് കൈമാറി. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി മോഹൻദാസ്, ആൻഡോ ലിജോ, KU സരിത, സിനി പ്രസാദ്, MP സജീബ്, IP സുധീഷ്, ജനപ്രതിനിധികളായ മുഹമ്മദ് ഹബീബ്, NC സതീഷ്, KV ഷിജു എന്നിവർ സംസാരിച്ചു. മണലൂർ മണ്ഡലത്തിലെ 548 കിലോമീറ്റർ ദൈർഘ്യമുള്ള 1829 റോഡുകളാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയർമാർ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനിലുള്ളത്. 3 വർഷത്തിനുള്ളിൽ ഗ്രാമീണ റോഡുകൾ ഗതാഗത യോഗ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. തൃത്താല നിയോജക മണ്ഡലത്തിന് സംസ്ഥാന ബജറ്റിൽ അനുവദിക്കപ്പെട്ട 4 പ്രധാനപ്പെട്ട PWD റോഡുകൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനും ജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കുന്നതിനും MLA VT ബൽറാം, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവരുടെ സംഘം സ്ഥലം സന്ദർശിച്ചു. അനുവദിക്കപ്പെട്ട റോഡുകൾ കൂനമുച്ചി മുക്കൂട്ട റോഡ് 6 കോടി, മല പെരുമണ്ണൂർ ചാലിശ്ശേരി ഗദീജ മൻസിൽ റോഡ് 4 കോടി, മാത്തൂർ ആമക്കാവ് റോഡ് 3 കോടി, കൂട്ടുപാത ആറങ്ങോട്ടുകര റോഡ് BC ഓവർലെയിൻ ചെയ്യാൻ 7.5 കോടിയാണ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വർഷാവസാനത്തോടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനുള്ള പരിശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് MLA അറിയിച്ചു. പൊതുമരാമത്ത് ഷൊർണൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റെക്സ്, തൃത്താല അസിസ്റ്റന്റ് എഞ്ചിനീയർ PE സിന്ധു, സലാം, ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബു, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷക്കീന അക്ബർ, റിട്ടയേർഡ് ADM രാജൻ പൊന്നുള്ളി, മുരളി മൂത്താട്ട്, പ്രദീപ് ചെറുവാശ്ശേരി, സിദ്ധി ഔങ്ങാട്ടിൽ തുടങ്ങിയവരും സംബന്ധിച്ചു. കായിക മേഖലയിൽ ഒട്ടേറെ പ്രതിഭകളെ വളർത്തിക്കൊണ്ടുവരുന്ന പഴഞ്ഞി സ്കൂളിലെ അടിസ്ഥാന കായിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കാട്ടുകാമ്പാൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷിന് നിവേദനം നൽകി. പ്രതിഭകൾ ഉണ്ടായിട്ടും വേണ്ടത്ര സൗകര്യങ്ങൾ ലഭിക്കാത്തതിനാൽ കായിക മോഹങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്ന വിദ്യാർത്ഥികൾക്ക് ആശ്വാസമാകുന്ന നടപടികൾ കൈക്കൊള്ളണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് കാട്ടുകാമ്പാൽ മണ്ഡലം പ്രസിഡന്റ് ശ്രാവൺ, മണ്ഡലം ഭാരവാഹികളായ റിയാസ് മാമ്പുള്ളി, MC പ്രഭു, ജിഷാർ കോട്ടോൽ, അൻവർ ചിറയൻകാട് എന്നിവർ നേതൃത്വം നൽകി. മുഖാമുഖം മീറ്റ് യുവർ കളക്ടർ 2.0 8ാം അധ്യായത്തിൽ തിരുവത്ര പുത്തൻ കടപ്പുറം സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ജില്ലാ കളക്ടറുമായി നേരിട്ട് സംവദിക്കാനും സമൂഹം, ഭരണ സംവിധാനം, വികസനം എന്നിവയെക്കുറിച്ചുള്ള വിവിധ വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനും സംശയങ്ങൾ ചോദിക്കാനും അവസരം ലഭിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ശരിയായ ഉപയോഗം, ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കേണ്ടതിന്റെ ആവശ്യകത, ശുചിത്വശീലം, സ്കൂളിനകത്തും പുറത്തും വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമായ മാറ്റങ്ങൾ, സമൂഹ സേവന പ്രവർത്തനങ്ങൾ, വിദ്യാർത്ഥികളുടെ നേതൃത്വ ഗുണങ്ങൾ, സർക്കാർ ക്ഷേമ പദ്ധതികൾ തുടങ്ങി നിരവധി സമകാലീന വിഷയങ്ങൾ ചർച്ചയായി. സമൂഹത്തോടുള്ള ഉത്തരവാദിത്ത ബോധം, നിയമപാലനം, സേവന മനോഭാവം, നല്ല പൗരബോധം എന്നിവ ബാല്യകാലം മുതൽ വളർത്തിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യവും കളക്ടർ പങ്കുവച്ചു. വർഷങ്ങളായി സ്കൂളിൽ കളിക്കാൻ ഗ്രൗണ്ട് ഇല്ലാത്തതും PTA മാഷിന്റെ അഭാവവും വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടി. ഒരു സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ആഗ്രഹം മുന്നോട്ട് വെച്ചപ്പോൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് കളക്ടർ അറിയിച്ചു. കളക്ടർ ശിഖ സുരേന്ദ്രന് കുട്ടികൾ പുസ്തകങ്ങളും പലഹാരവും സമ്മാനിച്ചു. അധ്യാപകരായ MK സലീം, MR ഐശ്വര്യ തുടങ്ങിയവരും പങ്കെടുത്തു. BJP കുന്നംകുളം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീനിയർ ഗ്രൗണ്ട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റീത്ത് വെച്ച് പ്രതിഷേധ സമരം നടത്തി. നഗരസഭാ ഭരണാധികാരികളുടെയും MLAയുടെയും അനാസ്ഥയാണ് മാസങ്ങളായി വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട് കിടക്കുന്ന റോഡിന്റെ അവസ്ഥയ്ക്ക് കാരണമെന്ന്
പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP ജില്ലാ കമ്മിറ്റി അംഗം KK മുരളി പറഞ്ഞു. BJP മുനിസിപ്പൽ സൌത്ത് ഏരിയ പ്രസിഡന്റ് രഞ്ജിത്ത് സ്രാമ്പിക്കൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, ജില്ലാ സെക്രട്ടറിമാരായ സോഫിയ ശ്രീജിത്ത്, രേഷ്മ സുനിൽ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ മഹേഷ് തിരുത്തിക്കാട്, സുമേഷ് കളരിക്കൽ, ട്രഷറർ വിഗീഷ്, BJP കുന്നംകുളം നഗരസഭ പാർലമെന്ററി നേതാവ് ശ്രീജിത്ത്, സൌത്ത് ഏരിയ ജനറൽ സെക്രട്ടറി രാഹുൽ കാണിപ്പയ്യൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശം അവസാനിച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും കേരളത്തിലെ പല പ്രദേശങ്ങളിലും ആരാധകർ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകളും കട്ടൌട്ടുകളും കൊടിത്തോരണങ്ങളും നീക്കം ചെയ്യാത്ത സാഹചര്യത്തിൽ അടിയന്തരമായി അഴിച്ചുമാറ്റാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ പാലക്കാട് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ലോകകപ്പ് മത്സരങ്ങൾ അവസാനിച്ചതും ശക്തമായ മഴയും കാറ്റുമുണ്ടാകാനുള്ള സാധ്യതയും കണക്കിലെടുത്താണ് നിർദ്ദേശം. കാലപ്പഴക്കം മൂലം ബലക്ഷയം സംഭവിച്ച ഫ്ലക്സുകളും കട്ടൌട്ടുകളും റോഡിലേക്കോ വാഹനങ്ങളിലേക്കോ കാൽനടയാത്രക്കാരുടെ ദേഹത്തേക്കോ വീണ് ഗുരുതര അപകടങ്ങൾക്ക് ഇടയാക്കാൻ സാധ്യതയുണ്ടെന്ന് കളക്ടർ മുന്നറിയിപ്പ് നൽകി. ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ച ക്ലബ്ബുകളും ആരാധക സംഘങ്ങളും സംഘടനകളും വ്യക്തികളും സ്വന്തം ഉത്തരവാദിത്വത്തിൽ എത്രയും വേഗം അവ അഴിച്ചുമാറ്റണം. അഴിച്ചുമാറ്റുന്ന ഫ്ലക്സുകളും മുള, തടി, ഇരുമ്പ് തുടങ്ങിയ സാമഗ്രികളും റോഡരികുകളിലോ മറ്റ് പൊതുസ്ഥലങ്ങളിലോ ജലാശയങ്ങളിലോ ഉപേക്ഷിക്കരുതെന്നും പൊതുജനങ്ങളുടെ സുരക്ഷയും ശുചിത്വവും മുൻനിർത്തി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങളോട് എല്ലാവരും സഹകരിക്കണമെന്നും കളക്ടർ അറിയിച്ചു. അതേസമയം വിവിധ തദ്ദേശ സ്ഥാപനങ്ങളും പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫ്ലക്സുകളും ബാനറുകളും കൊടിതോരണങ്ങളും നിശ്ചിത സമയപരിധിക്കകം നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. നിർദ്ദേശം പാലിക്കാത്തവർക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ലോകകപ്പ് കാലത്ത് അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ, ഫ്രാൻസ് തുടങ്ങി വിവിധ ടീമുകളുടെ ഭീമൻ ഫ്ലക്സുകളും കട്ടൌട്ടുകളും കേരളത്തിന്റെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും നിറഞ്ഞു നിന്നിരുന്നു. ആരാധക കൂട്ടായ്മകൾ ഇതിനായി വലിയ തുകയാണ് ചിലവഴിച്ചത്. എന്നാൽ ടൂർണമെന്റ് അവസാനിച്ചിട്ടും അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇവ നീക്കം ചെയ്തിട്ടുള്ളത്. ഭൂരിഭാഗം ഫ്ലക്സുകളും ഇപ്പോഴും പൊതുസ്ഥലങ്ങളിൽ തുടരുകയാണ്. ഇവയിൽ ചിലത് പുനരുപയോഗത്തിനോ റീസൈക്കിൾ ചെയ്യാനോ കഴിയുമെങ്കിലും വലിയൊരു വിഭാഗം മാലിന്യമായി മാറുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി ഫ്ലക്സുകൾ ശാസ്ത്രീയമായി സംസ്കരിക്കുകയും പൊതുസ്ഥലങ്ങൾ പഴയ നിലയിലേക്ക് തിരിച്ചുകൊണ്ടുവരികയും വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. പാതകളിലെ ലോകകപ്പ് ഫ്ലക്സുകൾ ഓർമ്മകളുടെ ശേഷിപ്പായി മാറാതെ മഴയും കാറ്റും ശക്തമാകുന്ന സാഹചര്യത്തിൽ അവ സുരക്ഷാ ഭീഷണിയാകുന്നതിന് മുമ്പ് അടിയന്തരമായി നീക്കം ചെയ്യണമെന്നതാണ് അധികൃതരുടെ നിർദ്ദേശം. ചാലിശ്ശേരി മണ്ണാരപ്പറമ്പ് ഈച്ചിരത്ത് വളപ്പിൽ ഇബ്രാഹിമിന്റെ കുടുംബത്തിന് വേണ്ടി നിർമ്മിച്ച സ്നേഹവീട് കൈമാറി. മണ്ണാരപ്പറമ്പ് മഹല്ല് കമ്മിറ്റി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വാങ്ങിയ 5 സെന്റ് സ്ഥലത്ത് അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന IFA എന്ന കൂട്ടായ്മയാണ് വീട് നിർമ്മിച്ചു നൽകിയത്. തൃത്താല MLA VT ബൽറാമിന്റെ നേതൃത്വത്തിൽ IFA ഭാരവാഹികൾ താക്കോൽ കൈമാറി. ചെയർമാൻ അബ്ദുറഹ്മാൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നസീമ നാസർ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷക്കീന അക്ബർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ TK സുധീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബു, പഞ്ചായത്ത് അംഗങ്ങൾ, രക്ഷാധികാരികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. പുന്നയൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും വൃത്തിയാക്കി നാടിന്റെ ശുചിത്വം ഉറപ്പുവരുത്തുന്ന ശുചിത്വ പുന്നയൂർ പദ്ധതിക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീം ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും റോഡരികുകളിൽ വളർന്നു നിൽക്കുന്ന കാടുകളും വള്ളികളും അടിക്കാടുകളും മെഷീൻ ഉപയോഗിച്ച് വെട്ടിമാറ്റി വൃത്തിയാക്കുന്നതാണ് ശുചീകരണ പദ്ധതി. മഴക്കാലത്ത് റോഡരികുകളിൽ കാടുമൂടുന്നത് മൂലം വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും കാഴ്ച തടസ്സപ്പെടുകയും അപകടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നത് പതിവാണ്. ഇഴജന്തുക്കളുടെ ശല്യവും രൂക്ഷമാണ്. ഈ സാഹചര്യത്തിലാണ് ശുചിത്വ പദ്ധതി നടപ്പിലാക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീറ അഹമ്മദ്, വാർഡ് മെമ്പർമാരായ അബ്ദുൽ സലീം കുന്നമ്പത്ത്, മുഹമ്മദ് അസ്ലം എന്നിവർ പങ്കെടുത്തു. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾക്കെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ കേന്ദ്ര സർക്കാർ നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ തിരുത്തിക്കാട് യൂണിറ്റ് കമ്മിറ്റി പ്രകടനവും പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ തിരുത്തിക്കാട് യൂണിറ്റ് സെക്രട്ടറി KS ആദർശ് അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ കുന്നംകുളം വെസ്റ്റ് ബ്ലോക്ക് ട്രഷറർ PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ കുന്നംകുളം വെസ്റ്റ് മേഖലാ സെക്രട്ടറി M അഭിനന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു. വെസ്റ്റ് മേഖല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അജിത്, തിരുത്തിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് മൃദു, KS യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ശ്രീരാഗ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മുല്ലശ്ശേരി പെരുവല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ 1 മാസം നീണ്ടുനിന്ന വായനാ മാസാചരണത്തിന് സമാപനമായി. വാർഡ് മെമ്പർ CV ബാബു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സ്മിനേഷ് പണിക്കർ അധ്യക്ഷത വഹിച്ചു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ മേജർ PJ സ്റ്റൈജു മുഖ്യാതിഥിയായി.
വായനാ മാസാചരണത്തിന്റെ ഭാഗമായി വ്യത്യസ്തമായ പരിപാടികളാണ് വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾ വായിച്ച പുസ്തകങ്ങളുടെ ആസ്വാദനക്കുറിപ്പുകളുടെ സമാഹാരമായ കഥാമൃതത്തിന്റെ പ്രകാശനം PJ സ്റ്റൈജു നിർവഹിച്ചു. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. പ്രധാന അധ്യാപിക VS സജിമോൾ സ്വാഗതവും ലൈബ്രറിയുടെ ചുമതല വഹിക്കുന്ന അധ്യാപിക ജിബി ജോസ് നന്ദിയും പറഞ്ഞു. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള വാർഷിക സമ്മേളനത്തിന് ബ്രിട്ടനിലെ ആൾട്ടൺ വേദിയാകും. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള വാർഷിക സമ്മേളനം വെള്ളിയാഴ്ച രാത്രി 9 മണി മുതൽ ഞായറാഴ്ച വരെ UK ആൾട്ടണിൽ നടക്കും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ആത്മീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ആഗോള നേതാവും ഖലീഫയുമായ ഹദ്രത്ത് മിർസ മസ്റുൽ അഹമ്മദ് നിർവഹിക്കും. സമ്മേളനത്തിന്റെ 3 ദിവസങ്ങളിലും ആത്മീയ പ്രഭാഷണങ്ങളുണ്ടാകും. 100ഓളം രാജ്യങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് പ്രതിനിധികൾ പങ്കെടുക്കുന്ന ആത്മീയ സംഗമം UK ഏറ്റവും വലിയ ഇസ്ലാമിക സമ്മേളനമായി മാറുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പാർലമെന്റേറിയന്മാർ, പൗരനേതാക്കൾ, നയതന്ത്രജ്ഞർ തുടങ്ങിയവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. വിവിധ ആത്മീയ ധാർമ്മിക സമകാലീന വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും മലയാളമടക്കം പല ഭാഷകളിൽ തത്സമയ പരിഭാഷയും ഉണ്ടാകും. ആഗോള സമ്മേളനത്തിൽ ഓൺലൈനായി പങ്കാളികളാകാനുള്ള ആളൂർ സ്വദേശികളുടെ തയ്യാറെടുപ്പുകൾ ആളൂർ അഹമ്മദിയ മുസ്ലിം മിഷൻ ഹൌസിൽ പൂർത്തിയായതായി ആളൂർ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ, മൗലവി ഗുലാം അഹമ്മദ്, താഹിർ അഹമ്മദ്, അബ്ബാസ് ആളൂർ എന്നിവർ അറിയിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് SDPI പ്രവർത്തകർ ഗുരുവായൂർ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പടിഞ്ഞാറേ നടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ ഓഫീസിനു മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ ജില്ലാ ജനറൽ സെക്രട്ടറി TM അക്ബർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KH ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി സക്കറിയ പൂക്കോട്, വൈസ് പ്രസിഡന്റ് ജബ്ബാർ അണ്ടത്തോട്, ജോയിന്റ് സെക്രട്ടറി ഷമീർ ബ്രോഡ്വേ, ഓർഗനൈസിംഗ് സെക്രട്ടറി ഷെഫീദ് ബ്ലാങ്ങാട്, ദിലീപ് അത്താണി, സുബൈർ ഐനിക്കൽ, അഷ്കർ ഖാദ്രിയ, ഷെഫീഖ് തൊട്ടാപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ബസ് ടെർമിനൽ ഉടൻ തുറന്നു നൽകുക, ചക്കംകണ്ടം മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുക, അനധികൃത കെട്ടിടങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള 29 കുടുംബങ്ങൾ ചേർന്ന് രൂപീകരിച്ച എറണാകുളം കുടുംബ യൂണിറ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആദര സദസ്സും ഫോട്ടോ പ്രദർശനവും സംഘടിപ്പിച്ചു. 1/4 നൂറ്റാണ്ടായി കുടുംബ യൂണിറ്റിന്റെ വളർച്ചയ്ക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നിസ്വാർത്ഥ സേവനം നൽകിയ പ്രവർത്തകരെയും അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. സംഘടനയുടെ ദീർഘകാല വൈസ് പ്രസിഡന്റായും സംഘടനാ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്ത PK ജിജു, ട്രഷറർ AI ഡേവിഡ്, 25 വർഷമായി ഒരു കുടുംബയോഗം പോലും മുടങ്ങാതെ കുടുംബ യൂണിറ്റിന്റെ സെക്രട്ടറിയായി 25 വർഷം പ്രവർത്തിച്ച PK ശാമു എന്നിവർക്ക് തൃശൂർ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മോർ ക്ലീമിസ് മെത്രാപ്പൊലിത്ത പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും മെത്രാപ്പൊലിത്ത ഉപഹാരങ്ങളും ക്യാഷ് അവാർഡുകളും സമ്മാനിച്ചു. കുടുംബ യൂണിറ്റിന്റെ ആരംഭം മുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ആത്മീയ സംഗമങ്ങൾ, കുടുംബ സംഗമങ്ങൾ, ആഘോഷങ്ങൾ തുടങ്ങി 1/4 നൂറ്റാണ്ടിന്റെ ചരിത്രം പറയുന്ന അപൂർവ ചിത്രങ്ങൾ പഴയ തലമുറയ്ക്ക് അനുഭവങ്ങളുടെ മധുരവും പുതുതലമുറയ്ക്ക് യൂണിറ്റിന്റെ പാരമ്പര്യത്തെക്കുറിച്ചുള്ള അഭിമാനവും സമ്മാനിച്ചു. എറണാകുളം MLA TJ വിനോദ്, ഇടവക വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, ഫാദർ ഏലിയാസ് കുര്യൻ, കൊച്ചി മുൻ DCP ഷാജു K വർഗീസ് എന്നിവർ സംസാരിച്ചു. വഴിയോര കച്ചവട തൊഴിലാളികളുടെ തൊഴിലിടങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നയങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സമ്മേളനം പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് 13 നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ജില്ലയിലെ ഭൂരിഭാഗം വഴിയോര കച്ചവടക്കാരെയും അണിനിരത്തും. റെന്റിംഗ് കമ്മിറ്റികളെ നോക്കുകുത്തികളാക്കുന്ന നഗരസഭയുടെ നടപടികൾക്കെതിരെ പ്രക്ഷോഭം ശക്തമാക്കാനും തൊഴിലിടങ്ങൾ സംരക്ഷിക്കാൻ തൊഴിലാളി പ്രതിരോധം തീർക്കാനും സമ്മേളനം തീരുമാനിച്ചു. ഇടതുപക്ഷ സർക്കാരുകൾ നടപ്പിലാക്കിയ വഴിയോര കച്ചവട സംരക്ഷണ നിയമം സംരക്ഷിക്കണമെന്നും കേന്ദ്ര സർക്കാർ നടത്തുന്ന മത്സര പരീക്ഷകളുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തണമെന്നും സമ്മേളനത്തിൽ ആവശ്യമുയർന്നു. സമ്മേളനത്തിന്റെ ഭാഗമായി SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കൾക്ക് അനുമോദനവും മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും നടത്തി. കുന്നംകുളം ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് RV ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി T ശ്രീകുമാർ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ, T സുധാകരൻ, ജിനി രാധാകൃഷ്ണൻ, സൗമ്യ വിരേഷ് എന്നിവർ സംസാരിച്ചു. പട്ടികജാതി ക്ഷേമ സമിതി ജില്ലാ മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പ്രശസ്ത നാടൻപാട്ട് കലാകാരിയും അക്കാദമി അവാർഡ് ജേതാവുമായ പ്രസീത ചാലക്കുടിക്ക് ആദ്യ മെമ്പർഷിപ്പ് നൽകി ക്യാമ്പയിൻ PKS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു.
പ്രസീതയുടെ പെരുമ്പിലാവിലെ ഭവനത്തിൽ നടന്ന ചടങ്ങിൽ PKS സംസ്ഥാന കമ്മിറ്റി അംഗം UR പ്രദീപ് MLA അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി KV രാജേഷ്, PK കൃഷ്ണൻകുട്ടി, NK പ്രമോദ് കുമാർ, TV ബബീഷ്, CG രഘുനാഥ, PP സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിൽ 15 വയസ്സിന് മുകളിൽ പ്രായമുള്ള 2 ലക്ഷം പട്ടികജാതിക്കാരെ അംഗങ്ങളാക്കാനുള്ള ഇടപെടൽ നടത്തുമെന്ന് ജില്ലാ സെക്രട്ടറി KV രാജേഷ് അറിയിച്ചു. കുന്നംകുളം വെസ്റ്റ് കർഷക സംഘം മേഖലാ കമ്മിറ്റിയുടെ സംയോജിത പച്ചക്കറി കൃഷിയുടെ നടീൽ ഉദ്ഘാടനം നടത്തി. സംയോജിത പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് M ബാലാജി നിർവഹിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, കൌൺസിലർമാരായ ഷീബ, ദിലീപ് പുളിക്കൽ, രുദ്ര രജീഷ്, കുന്നംകുളം വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി ജിന്നി, ലോക്കൽ മെമ്പർമാരായ അഷ്കർ സുരേഷ്, ഷറഫുദ്ദീൻ, സതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യതലസ്ഥാനത്ത് അവകാശങ്ങൾക്കായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിലെ KCYM സംഘടനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. മറ്റം സെന്ററിൽ നടന്ന പ്രതിഷേധത്തിൽ അതിരൂപത പാസ്റ്ററൽ കൌൺസിൽ അംഗവും ഫെസിലിറ്റേഷൻ സെന്റർ കൺവീനറും അതിരൂപത CLC മുൻ പ്രസിഡന്റുമായ ജോമി ജോൺസൺ പ്രതിഷേധ ജ്വാല തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. KCYM മറ്റം യൂണിറ്റ് പ്രസിഡന്റ് അലക്സ് ജോസ് അധ്യക്ഷനായി. മറ്റം ഇടവക സഹവികാരി ഫാദർ ജിയോ വേലുക്കാരൻ, ഡീക്കൻ മെബിൻ കീറ്റിക്കൽ, KCYM മറ്റം ഫൊറോന പ്രസിഡന്റ് നിജിൽ ജോസ്, യൂണിറ്റ് സെക്രട്ടറി ഐജിൻ ജോയ്, മുൻ പ്രസിഡന്റ് ഏബൽ ആന്റണി എന്നിവർ സംസാരിച്ചു. KCYM ഭാരവാഹികളായ ആഗ്നൽ ആന്റണി, ആൽബിൻ ജോസ് എന്നിവർ നേതൃത്വം നൽകി. ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിദ്യാർത്ഥികൾക്ക് നേരെ അതിക്രമം നടത്തുന്ന ഭരണകൂട നടപടിക്കെതിരെയും ഇടം സാംസ്കാരിക വേദി എരുമപ്പെട്ടിയിൽ പ്രതിഷേധ സദസ്സ് നടത്തി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടുക, അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നീതിക്കൊപ്പം യുവതയ്ക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തിയ പ്രതിഷേധ സദസ്സ് റിട്ടയേർഡ് അധ്യാപകൻ AA അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു. ഇടം പ്രസിഡന്റ് KR രാധിക അധ്യക്ഷയായി. ഡോക്ടർ VC ബിനോജ് മുഖ്യപ്രഭാഷണം നടത്തി. ഇടം സെക്രട്ടറി അക്ബർ അലി, TS സുബിത, ഷിഫ്ന ഷെറിൻ, ARNS സത്യൻ, NC ശശികുമാർ എന്നിവർ സംസാരിച്ചു. അവിടെയെല്ലാം വില്ലൻ ഇന്ത്യയിലെ കോർപ്പറേറ്റുകളാണ്. ഈ പരീക്ഷാ സംവിധാനങ്ങളെയും ഈ ചോദ്യപേപ്പർ സംവിധാനങ്ങളെയും ഇവിടെ കച്ചവടവൽക്കരിക്കപ്പെട്ടു. വലിയ വലിയ കോർപ്പറേറ്റുകൾ അവർക്ക് പണമുണ്ടാക്കുന്നതിനുള്ള സംവിധാനമായി ഇന്ത്യയിലെ മുഴുവൻ പരീക്ഷാ സംവിധാനങ്ങളെയും മാറ്റിമറിക്കപ്പെട്ടു. അവിടെയാണ് ഇന്ത്യൻ യുവത, ഇന്ത്യൻ വിദ്യാർത്ഥി സമൂഹം അതറിഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്നത്. ആ പ്രതികരണത്തോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടത് ഓരോ ഇന്ത്യക്കാരന്റെയും ഓരോ പൗരന്റെയും ജനാധിപത്യ വിശ്വാസിയുടെയും കടമയും കർത്തവ്യവുമാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെയുള്ള ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ പോലീസ് നടത്തിയ അതിക്രമത്തിനുമെതിരെയും ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ചാവക്കാട് കോടതി യൂണിറ്റ് പ്രതിഷേധിച്ചു. ചാവക്കാട് കോടതി സമുച്ചയത്തിന് മുൻപിൽ നടന്ന പ്രതിഷേധ സദസ്സ് യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് തേർലി അശോകൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ബിജു വലിയപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഫരീദ ബാനു ജനാധിപത്യ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അഭിഭാഷകരായ ഫ്രെഡി പയസ്, ഷീജ ജോസഫ്, വിജയൻ ചൊവ്വല്ലൂർ, സജീബ ജാവേദ്, ഫിർദൌസിയ, വിജി KP, CJ ചെറുവത്തൂർ, ഡാലി തുടങ്ങിയവർ സംസാരിച്ചു. ഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് CITU പ്രവർത്തകർ ഗുരുവായൂരിൽ ധർണ നടത്തി. ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗൺഹാളിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ CITU ചാവക്കാട് ഏരിയ സെക്രട്ടറി AS മനോജ് ഉദ്ഘാടനം ചെയ്തു. BJPയുടെ ഭരണത്തിൽ രാജ്യത്തെ പരീക്ഷകളുടെ വിശ്വാസ്യത തകർന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ നടന്ന സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഏരിയ പ്രസിഡന്റ് KM അലി അധ്യക്ഷത വഹിച്ചു. കോർഡിനേഷൻ കൺവീനർ ജെയിംസ് ആളൂർ, ഏരിയ വൈസ് പ്രസിഡന്റ് ഉണ്ണി വാറനാട്ട്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MK സജീവൻ, AV റൈനസ്, ശ്രീകുമാർ പാർത്ഥസാരഥി, വസന്ത വേണു, M ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലക്കൂട്ടുകര RCC സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങുകളുടെ ഉദ്ഘാടനം സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഷാൻഡി ജോസഫ് സ്വാഗതം പറഞ്ഞു. കേരള പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി അധ്യക്ഷത വഹിച്ചു. വിട പറയാം ലഹരിയോട് പ്രതിജ്ഞ സ്റ്റേറ്റ് കോർഡിനേറ്റർ N ഷാജി തോമസ് ചൊല്ലിക്കൊടുത്തു. വിദ്യാർത്ഥികളും അധ്യാപകരും പ്രതിജ്ഞ ഏറ്റുചൊല്ലി. പദ്ധതിയുടെ ഭാഗമായുള്ള ബ്രോഷർ കുന്നംകുളം ഏരിയ സെക്രട്ടറി TA അഷ്റഫ് കൈമാറി. അധ്യാപകരായ BK ഡാർലി, AJ റൂബി, വിമ്മി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു.
2004 മുതൽ തുടർച്ചയായി 22 വർഷം SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച അസിസി EMHSSനുള്ള മൊമെന്റോയും വൃക്ഷത്തൈയും ചടങ്ങിൽ നൽകി. സമസ്ത സെന്റിനറി ആഘോഷങ്ങളുടെ ഭാഗമായി SYS എരുമപ്പെട്ടി സർക്കിൾ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന തസ്കിയ സമ്മേളനം വിജയമാക്കുന്നതിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. എരുമപ്പെട്ടിയിൽ ചേർന്ന യോഗത്തിലാണ് സമ്മേളനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുകയും സ്വാഗത സംഘം ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയും ചെയ്തത്. ഓഗസ്റ്റ് 12 ബുധനാഴ്ച നടക്കുന്ന സമ്മേളനത്തിൽ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. സ്വാഗത സംഘം ഭാരവാഹികളായി ചെയർമാൻ PV സുലൈമാൻ, കൺവീനർ അൽത്താഫ് അദനി, ഫിനാൻസ് കൺവീനർ PY അസീസ്, വൈസ് ചെയർമാൻമാർ, ജോയിന്റ് കൺവീനർമാർ മറ്റംഗങ്ങളെയും തെരഞ്ഞെടുത്തു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഡൽഹി ജന്തർ മന്ദിറിൽ നടക്കുന്ന വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് നേരെ ഭീകരാക്രമണം അഴിച്ചുവിടുന്ന കേന്ദ്ര സർക്കാരിന്റെ നയത്തിനെതിരെയും സമരം ചെയ്യുന്ന പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും CITU മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. മുല്ലശ്ശേരി സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് KV ഷീബ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് TI ചാക്കോ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം CK വിജയൻ, ഏരിയ സെക്രട്ടറി VG സുബ്രഹ്മണ്യൻ, MK സദാനന്ദൻ, PG സുബിദാസ്, KK ശശിധരൻ, CG മോഹൻദാസ്, സിന്ധു, PK പ്രസാദ് എന്നിവർ സംസാരിച്ചു. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഗുരുവായൂർ യൂണിറ്റ് 10ാം വാർഷിക പൊതുയോഗം ഗുരുവായൂർ പകൽ വീട്ടിൽ നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ശ്രീമാൻ ആന്റോ PI അധ്യക്ഷത വഹിച്ചു. മോഹൻദാസ് പുതുശ്ശേരി സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി MC ഹൈദരാലി വാർഷിക പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ മോഹൻദാസ് ചേലാട്ട് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും യോഗത്തിൽ അംഗീകരിച്ചു. ജില്ലാ കമ്മിറ്റി പ്രതിനിധി VK ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. അടുത്ത 3 വർഷത്തേക്കുള്ള ഭാരവാഹികളായി പ്രസിഡന്റ് PI ആന്റോ, വൈസ് പ്രസിഡന്റ് K ഷംസുദ്ദീൻ, സെക്രട്ടറി AV ജയരാജ് എന്നിവരെ തെരഞ്ഞെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,500 രൂപ, പവന് 1,80,000 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 240 രൂപ. ചരമം അഗതിയൂർ പുത്തൂർ വീട്ടിൽ കുഞ്ഞുമോൻ മകൻ സിജി നിര്യാതനായി. 54 വയസ്സായിരുന്നു. സംസ്കാരം അയ്യംപറമ്പ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടത്തി. ലീന ഭാര്യയും ലിജോ ലിൻസി എന്നിവർ മക്കളുമാണ്. കുന്നംകുളം അയ്യംപറമ്പ് കോലാടി വീട്ടിൽ റോയ് നിര്യാതനായി. 62 വയസ്സായിരുന്നു. റിട്ടയേർഡ് പഞ്ചായത്ത് സെക്രട്ടറിയായിരുന്നു. കുന്നംകുളത്തെ പ്രമുഖ സുവിശേഷ പ്രവർത്തകനും യൂണിയൻ ക്രിസ്ത്യൻ സുവിശേഷ സംഘത്തിന്റെ ഭാരവാഹിയുമാണ്. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 അയ്യംപറമ്പ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടത്തും. ലീന ഭാര്യയും ഹഗായി ലിസ്ലിയ എന്നിവർ മക്കളുമാണ്. ചൂണ്ടൽ ചുങ്കത്ത് മാത്തുക്കുട്ടി മകൻ വർഗീസ് നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ചൂണ്ടൽ സാന്തോം പള്ളി സെമിത്തേരിയിൽ നടത്തും. റോസ്ലി ഭാര്യയും ഹിരോഷ്, റോഷ്നി എന്നിവർ മക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. സെൻസസ് എടുക്കാനെന്ന വ്യാജേന വീട്ടിലെത്തി 81-കാരിയുടെ തലച്ചുമരിൽ ഇടിച്ച് മാല കവർന്നു. ചൂണ്ടലിൽ വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞാണ് സംഭവം. ചൂണ്ടൽ സ്വദേശിനി ചാണശ്ശേരി വീട്ടിൽ തങ്കമണിയുടെ മാലയാണ് കവർന്നത്. ജീവിതത്തിന്റെ ലഹരിയിലേക്ക് യുവതലമുറയെ ആകർഷിക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ്. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് കുന്നംകുളം പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ മന്ത്രി വിതരണം ചെയ്തു. ചൂണ്ടലിൽ പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ ട്യൂഷൻ അധ്യാപകൻ അറസ്റ്റിൽ. ചൂണ്ടൽ സ്വദേശിയായ 52 വയസ്സുള്ള നൌഷാദിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാലിശ്ശേരി കല്ലുംപുറം പാതയിൽ തെങ്ങ് കടപുഴകി വൈദ്യുത ലൈനിൽ വീണു. ഒഴിവായത് വൻ ദുരന്തം. സംഗീത നഗറിന് സമീപം വെള്ളിയാഴ്ച രാവിലെ 9 മണിക്കായിരുന്നു സംഭവം. ചാവക്കാട് നഗരമധ്യത്തിൽ ബീച്ച് റോഡിലേക്ക് പോകുന്ന വഴിയിൽ അപകട ഭീഷണി ഉയർത്തി കൂറ്റൻ ചീനിമരം. ടൗൺ ജുമാ മസ്ജിദിന് സമീപം നിൽക്കുന്ന മരത്തിന്റെ വൻ ചില്ലകളാണ് പ്രദേശവാസികൾക്കും യാത്രികർക്കും ഒരുപോലെ ഭീതിയാകുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.